അനുദിന വചനവും വിചിന്തനവും. പെനുവേൽ, ഫേസ് ഓഫ് ഗോഡ്. യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷം അധ്യായം 3, 7 മുതൽ 15 വരെയുള്ള തിരുവചനങ്ങൾ. നിങ്ങൾ വീണ്ടും ജനിക്കണം എന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് നീ വിസ്മയിക്കേണ്ട. കാറ്റ് അതിനിഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു, അതിൻ്റെ ശബ്ദം നീ കേൾക്കുന്നു, എന്നാൽ അതെവിടെ നിന്ന് വരുന്നെന്നോ എവിടേക്ക് പോകുന്നെന്നോ നീ അറിയുന്നില്ല. ഇതുപോലെയാണ് ആത്മാവിൽ നിന്ന് ജനിക്കുന്ന ഏവനും. ഇതെല്ലാം എങ്ങനെ സംഭവിക്കുമെന്ന് നിക്കോദേമോസ് ചോദിച്ചു. യേശു പറഞ്ഞു, നീ ഇസ്രായേലിൻ്റെ ഗുരുവല്ലേ, എന്നിട്ടും ഇക്കാര്യമൊന്നും മനസ്സിലാകുന്നില്ലേ? സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ഞങ്ങൾ അറിയുന്നവയെപ്പറ്റി സംസാരിക്കുന്നു, കണ്ടവയെപ്പറ്റി സാക്ഷ്യപ്പെടുത്തുന്നു, എന്നിട്ടും ഞങ്ങളുടെ സാക്ഷ്യം നിങ്ങൾ സ്വീകരിക്കുന്നില്ല. ഭൗമിക കാര്യങ്ങളെപ്പറ്റി ഞാൻ പറഞ്ഞത് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ സ്വർഗീയ കാര്യങ്ങൾ പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കും? സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന മനുഷ്യപുത്രനല്ലാതെ മറ്റാരും ഇതുവരെ സ്വർഗത്തിൽ കയറിയിട്ടില്ല. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ തന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ടാകേണ്ടതിന് മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു. സുവിശേഷ വിചിന്തനം. ഇസ്രയേലിന്റെ ഗുരുവായ നിക്കോദോമസിന് ക്രിസ്തുവിന്റെ സാന്നിധ്യവും ഉദ്ബോധനവും ആവശ്യമാണെന്ന് വചനം സാക്ഷ്യപ്പെടുത്തുകയാണ്. ജലത്താലുള്ള സ്നാനത്തേക്കാൾ ആത്മാവിലുള്ള സ്നാനപ്പെടലിനെ കുറിച്ച് ക്രിസ്തു നിക്കോദോമസിനെ പഠിപ്പിക്കുകയാണ്. വിശുദ്ധ അഗസ്റ്റിൻ പറയുന്നത്, എളിമയിലൂടെ മാത്രമേ ഒരാൾക്ക് ആത്മാവിൽ ജനിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഇസ്രയേലിൻ്റെ ഗുരുവാണെന്നിരിക്കലും എളിമപ്പെടാതെ ആത്മാവിലുള്ള സ്നാനം അസാധ്യമാണ്. വിശുദ്ധ ജോൺ ക്രിസ്റ്റോത്തത്തിൻ്റെ വ്യാഖ്യാനത്തിൽ ആത്മാവിൻ്റെ സ്നാനം എന്ന് പറയുന്നത് ആദത്തിൻ്റെ വാരിലിൽ നിന്നും ഹൗവായെ രൂപപ്പെടുത്തിയതുപോലെയും ഏലിയ പ്രവാചകൻ നദിയിൽ നിന്ന് ഇരുമ്പ് പൊക്കിയെടുത്തതുപോലെയും സിറിയക്കാരനായ നാമാൻ ജോർദാനിൽ മുങ്ങി ശുദ്ധി പ്രാപിച്ചതുപോലെയുമാണ്. ആത്മാവിൻ്റെ സ്നാനം സ്വീകരിക്കുന്നവർക്ക് ഒരിക്കലും ദൈവിക മൂല്യങ്ങൾ നഷ്ടപ്പെടുന്നില്ല. ആത്മാവിൻ്റെ സ്നാനത്തിനായി ദാഹിക്കാം.